അസ്സലാമു അലൈക്കും. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ടറിയുന്നത് എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഒരിക്കലും കൈവിടരുത്. നമ്മൾ ആഗ്രഹിച്ച കാര്യം ഏറ്റവും കൂടുതലായി തരാനും അത് ഏത് സമയത്താണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്നും എപ്പോഴാണ് അത് നമുക്ക് ഉപകാരപ്പെടുന്നതെന്നും അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹം ചോദിക്കുവോ അതിനെക്കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും അതിൻ്റെ നന്മയും തിന്മയും എല്ലാം അറിയുന്നത് നമ്മുടെ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ വേണ്ടി നാം എല്ലാവരും ദുആ ചെയ്യാറുണ്ട്. നമ്മൾ എങ്ങനെ ദുആ ചെയ്താലും അത് സ്വീകരിക്കും. ഒരു പ്രാർത്ഥനയും വെറുതെ ആകില്ല. നമ്മളെല്ലാവരും നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾ നേരിട്ട് പറയാറാണ് പതിവ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കാര്യം കൂടി ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടും, ഉത്തരം വേഗത്തിൽ കിട്ടും. നമ്മുടെ നിസ്കാരം കഴിഞ്ഞോ അല്ലാതെയോ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അസ്മാഉൽ ഹുസ്ന മുഴുവനായോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ഇസ്മ ചൊല്ലിയോ തുടങ്ങുക. എൻ്റെ നാമങ്ങൾ കൊണ്ട് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ നൽകുമെന്ന് നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ പരിശുദ്ധമായ 99 നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 ഇസ്മുകളാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഈ നാമങ്ങളുടെ മഹത്വം എത്ര പറഞ്ഞാലും തീരില്ല. നമ്മുടെ അല്ലാഹുവിൻ്റെ കഴിവും ശക്തിയും വ്യക്തമാക്കുന്ന 2 ഇസ്മുകളാണിത്. യാ ഹയ്യൂം എന്ന ഇസ്മിൻ്റെ അർത്ഥം എക്കാലവും ജീവിച്ചിരിക്കുന്നവനെ എന്നാണ്. യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നവനെ എന്നാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും സ്വയം നിലനിൽക്കുന്നവനുമായ അല്ലാഹു. ഈ 2 ഇസ്മുകൾ ചൊല്ലിയാൽ നമ്മുടെ എത്ര വലിയ ആഗ്രഹവും നേടിയെടുക്കാം. നമ്മൾ ഏത് സമയത്ത് പ്രാർത്ഥിക്കുമ്പോഴും യാ ഹയ്യൂം യാ ഖയ്യൂം എന്ന ഇസ്മ 11 വട്ടം ചൊല്ലുകയും അതിനുശേഷം നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 11 വട്ടം ചൊല്ലി മനസ്സിലുള്ള ആഗ്രഹം റബ്ബിനോട് പറയുക. പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക. സ്വലാത്തുകൾക്കിടയിലെ പ്രാർത്ഥന ഉടനെ തന്നെ സ്വീകരിക്കപ്പെടും. ഈ 2 ഇസ്മിൻ്റെയും സ്വലാത്തിൻ്റെയും ശക്തി കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം കിട്ടും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ദുആ ചെയ്യുന്നതിന് മുൻപ് ഈ ഇസ്മുകൾ 11 വട്ടം ചൊല്ലാൻ ആരും മറക്കരുത്. വളരെ ശക്തിയേറിയ നാമങ്ങൾ വിളിച്ചുകൊണ്ടുള്ള ദുആ ഒരിക്കലും വെറുതെ ആകില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും അല്ലാഹു നടത്തിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.